ചുറ്റും കുറേ ആനിമൽസ് ഉണ്ട് അല്ലേ? അപ്പോൾ എൻ്റെ മക്കൾ ലാൻഡിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ആനിമൽസിനെ കുറിച്ച് മക്കൾക്ക് ഒരു ധാരണയൊക്കെ ഉണ്ടായിരിക്കും. ലയൺ, ടൈഗർ, മങ്കി, പീക്ക്, ജിറാഫ്, ഇങ്ങനെ കുറേ ജീവികളെ കുറിച്ച് മക്കൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ ലാൻഡിലുള്ള ആനിമൽസിനെ കുറിച്ചിട്ടല്ല പരിചയപ്പെടാൻ പോകുന്നത്, നമ്മൾ കടലിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പോവാണ്. അപ്പോൾ കടലിൻ്റെ ഉള്ളിലോട്ട് പോയി അവിടെയുള്ള ആനിമൽസിനെയൊക്കെ ഒന്ന് പോയി പരിചയപ്പെടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന് മിസ്സിന് അറിയാം. പക്ഷെ എന്നിരുന്നാലും നമ്മളൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കടലിൻ്റെ ഉള്ളിലോട്ട് ഒരുമിച്ച് പോകാൻ പോവാണ്. അവിടെ കാണുന്ന കുറേ ആനിമൽസിനെ നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. സോ അതേ ഇപ്പോൾ നമ്മൾ കടലിൻ്റെ ഉള്ളിലാണല്ലേ, നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വലിയ ഫിഷിനെ കുറിച്ചിട്ടാണ്. വേൾഡ് ബിഗ്ഗസ്റ്റ് ഫിഷ് എന്നറിയപ്പെടുന്ന നമ്മുടെ ബ്ലൂ വെയിൽ. ഓക്കെ, അപ്പോൾ അതേ ബ്ലൂ വെയിൽ ഇതെങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ബ്ലൂ വെയിൽ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഇതൊരു ഫിഷിൻ്റെ വർഗ്ഗത്തിൽ വരുന്ന ആളല്ല, ഇത് മാമൽസിൽ വരുന്ന ആളാണ്. അതായത് പ്രസവിക്കുന്ന ഒരാളാണ് നമ്മുടെ ബ്ലൂ വെയിൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഫിഷിനെ പരിചയപ്പെടാം. ഇവനെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും അല്ലേ. ഈ വെള്ളത്തിന് മുകളിലൂടെയൊക്കെ ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകുന്ന നമ്മുടെ ഡോൾഫിൻസ് ആണ്. അപ്പോൾ ഡോൾഫിൻസിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഡോൾഫിൻ സാധാരണയായിട്ട് ഫിഷസ് ഒക്കെ കണ്ണ് തുറന്നിട്ടാണ് ഉറങ്ങുക. പക്ഷേ ഇവൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഒറ്റ കണ്ണ് അടച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഡോൾഫിൻ. ഇനി ഇതേ നെക്സ്റ്റ് ഇതേ ഫ്രണ്ടിലൂടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഹൊയ് ഹൊയ് എന്ന് പറഞ്ഞു പോകുന്നുണ്ട് അല്ലേ. ഇതാണ് നമ്മുടെ സീ ഹോഴ്സസ്, കടൽ കുതിര. അപ്പോൾ കടലിലും കുതിരയുണ്ട്, ലാൻഡിൽ മാത്രമല്ല കുതിരയുള്ളത്, കടലിലുള്ള കുതിരയാണ് സീ ഹോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ സീ ഹോഴ്സസിനും ഇതേപോലെ തന്നെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ സീ ഹോഴ്സസ് ആണ്. അതായത് സീ ഹോഴ്സസിൻ്റെ മേലിൽ ആണിന് ഇവിടെ ഒരു ബ്രൂഡ് പൗച്ച് ഉണ്ടായിരിക്കും. ആ ഒരു ബ്രൂഡ് പൗച്ചിൻ്റെ ഉള്ളിൽ എഗ്ഗ് സ്റ്റോർ ചെയ്ത് ആൾ നടക്കും. അതിനുശേഷം കുഞ്ഞുങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് വിരിഞ്ഞു വരുന്നത്. അതുകൊണ്ട് പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ സീ ഹോഴ്സസ് ആണ്. ഇനി അടുത്തതായിട്ട് മിസ് പരിചയപ്പെടുത്താൻ പോകുന്നത് 3 ഹൃദയമുള്ള കടലിൽ കാണുന്ന 8 ആംസ് ഒക്കെ ഉള്ള ഒരു ജീവിയാണ്. ഏതാണ് മക്കൾക്ക് കിട്ടിയോ? ദേ പോകുന്നത് നമ്മുടെ ഒക്ടോപസ് ആണ്. അപ്പോൾ ഒക്ടോപസ്, നീരാളി. അപ്പോൾ നീരാളിനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡൊക്കെ റെഡ് കളറിലാണെങ്കിൽ നമ്മുടെ നീരാളിയുടെ ബ്ലഡ് എന്ന് പറയുന്നത് ബ്ലൂ കളറിലാണ് കാണുന്നത്. ഇതുകൂടാതെ തന്നെ കുറച്ച് ഹൃദയം കൂടുതലുള്ള ഒരു ജീവിയാണ്. അവന് 3 ഹൃദയം ഉണ്ടായിരിക്കും. അതുകൂടാതെ തന്നെ 8 ആംസും കൂടി നമ്മുടെ ഒക്ടോപസിന് പ്രസന്റ് ആണ്. നെക്സ്റ്റ് ഇതേ കുറേ പേരിങ്ങനെ ലൈൻസ് ആയിട്ട് പോകുന്നുണ്ട് അല്ലേ. ഇതാണ് നമ്മുടെ സീ ടർട്ടിൽ എന്ന് പറയുന്നത്, കടലാമകളാണ്. അപ്പോൾ ഇവരെ കാണാൻ നല്ല രസമുണ്ട് അല്ലേ. നോക്കിക്കേ, ഒരേ ലൈൻസിലായിട്ട് ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനി അടുത്തതായിട്ടുള്ളതാണ് സ്റ്റിംഗ് റേ, തിരണ്ടി എന്ന് മക്കൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ പിന്നെ നീണ്ട വാലൊക്കെ ഉണ്ടായിരിക്കും. ആ വാല് വെച്ചൊരു കുത്ത് തന്നു കഴിഞ്ഞാൽ തീർന്നു. അതാണ് നമ്മുടെ സ്റ്റിംഗ് റേ അല്ലെങ്കിൽ തിരണ്ടി എന്ന് പറയുന്നത്. പിന്നെ ഇതുകൂടാതെ തന്നെ നമ്മുടെ കടലിൽ കാണുന്ന കുറേ തരം പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ലാൻഡിൽ കാണുന്ന നമ്മുടെ ചുറ്റുമാണ് കുറേ പ്ലാന്റ്സ് ഉള്ളതെന്ന്. അങ്ങനെയല്ല, നമ്മുടെ കടലിൻ്റെ ഉള്ളിലും കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. സീ ഗ്രാസസ് ഉണ്ട്, കെൽപ്സ് എന്ന് പറയുന്ന കുറച്ച് ഗ്രൂപ്പ്സ് ഉണ്ട്. അതുകൂടാതെ തന്നെ കോറൽ റീഫ്സ് ഉണ്ട്, പവിഴ പുറ്റുകളൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല രസകരമായിരിക്കും നമ്മുടെ കടലിൻ്റെ ഉള്ളിലുള്ള ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ക്വിഡിനെ കുറിച്ചിട്ടാണ്. സ്ക്വിഡിനെ മക്കൾ കേട്ടിട്ടുണ്ടോ? അവർക്കൊരു ഇങ്ക് ഗ്ലാൻഡ് ഒക്കെ ഉണ്ട് അല്ലേ. അതായത് അവർ മഷി പൊട്ടിക്കും. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, മഷി ഇടയ്ക്ക് പൊട്ടിക്കും. എന്നിട്ട് അതിൻ്റെ വഴി രക്ഷപ്പെടുന്ന ആൾക്കാരാണ്. അതാണ് നമ്മുടെ സ്ക്വിഡ്, കൂന്തൽ എന്നൊക്കെ നമ്മൾ പറയും. നെക്സ്റ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ കളർഫുൾ ആയിട്ട് നമുക്കിങ്ങനെ കാണുന്ന സമയത്ത് നമുക്കിങ്ങനെ എടുത്തു നോക്കാൻ പറ്റുന്ന കുറേ ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇതാണ് നമ്മുടെ ജെല്ലി ഫിഷസ് എന്ന് പറയുന്നത്. പല കളേഴ്സിലും, അതുകൂടാതെ തന്നെ നല്ല രസത്തിൽ, കുറച്ച് നമുക്ക് ഒന്ന് ലൈറ്റൊക്കെ കത്തുന്നുണ്ടെന്ന് തോന്നും. അതേപോലെ പല നിറത്തിലുമായിട്ട് നമുക്ക് ജെല്ലി ഫിഷസ് നമ്മുടെ കടലിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ സീ അർച്ചിൻ, മക്കളിത് കേട്ടിട്ടുണ്ടായിരിക്കില്ല. സീ അർച്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ നമ്മുടെ ലാൻഡിലുള്ള മുള്ളമ്പന്നീനെ പോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് അതിൻ്റെ ശരീരം മുഴുവൻ ഇങ്ങനെ മുള്ളായിരിക്കും ഉണ്ടായിരിക്കുക. അതാണ് നമ്മുടെ സീ അർച്ചിൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം നമ്മുടെ ലാൻഡിൽ ഒരു കാട്ടിലെ കിങ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ പറയും അത് ലയണാണ്. അതേപോലെ തന്നെ നമ്മുടെ കടലിലും ഇതേപോലെ ഒരു ലയൺ ഉണ്ട്. അതാണ് നമ്മുടെ സീ ലയൺ എന്ന് പറയുന്ന ആൾക്കാർ. സീ ലയൺ മാത്രമല്ല, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കവ് ഉണ്ടല്ലോ, അതേപോലെ തന്നെ കടലിൽ കാണുന്ന കവാണ് സീ കവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒട്ടനവധി നല്ല രസമായിട്ടുള്ള കാഴ്ചകൾ നമ്മുടെ കടലിനുള്ളിൽ കാണാൻ വേണ്ടി പറ്റും. അതായത് നമ്മുടെ എർത്ത് ഫുള്ളായിട്ട് നോക്കുന്ന സമയത്ത്, നമ്മുടെ ഭൂമി മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ അതിൽ 70% വാട്ടറാണ്. അപ്പോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഓഷ്യനാണ്,
ടോട്ടലായിട്ട് നമ്മുടെ വേൾഡിൽ ദർ ആർ 5 ഓഷ്യൻസ്, 5 സമുദ്രങ്ങളാണുള്ളത്. അപ്പോൾ ഇവിടെ കുറേ ജീവജാലങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ ലാൻഡിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആനിമൽസും അതുകൂടാതെ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി, വൈവിധ്യമൊക്കെ ഉള്ളത് നമ്മുടെ കടലിൽ അതുപോലെ വാട്ടർ ബോഡീസിലാണ് കാണുന്നത്. സോ ഈ ഒരു വീഡിയോ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഇതിൽ ഏത് അനിമലിനെ കാണാനാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ ഈ ഒരു അനിമലിനെ കണ്ടു കഴിഞ്ഞാൽ കൊള്ളാം എന്ന് തോന്നുന്ന ഏതെങ്കിലും അനിമൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.